പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് കുര്യൻ ജോസഫ്. 6 വർഷം നീണ്ട സുപ്രീം കോടതിയിലെ സേവനകാലത്തിനിടയിൽ 1000-ലേറെ വിധിന്യായങ്ങൾ എഴുതിച്ചേർത്ത 10 പേരിൽ ഒരാൾ. ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നീതിയുടെ കാവലാളായി പ്രവർത്തിച്ച ഇദ്ദേഹം തന്നെ വഴി നടത്തുന്ന ദൈവിക സാന്നിധ്യത്തെക്കുറിച്ച് നമ്മോട് പങ്കുവയ്ക്കുന്നു. സ്നേഹം നിറഞ്ഞ കുര്യൻ ജോസഫ് സാറിന് സ്വാഗതം. നമ്മൾ നല്ല മരണത്തെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. സഭ പഠിപ്പിക്കുന്നതും നല്ല മരണത്തെക്കുറിച്ചാണ്. സാറ് സംസാരിച്ചപ്പോഴും പറഞ്ഞത് മരണത്തിന് വേണ്ടി ഒരുങ്ങണം. സാറേ, അപ്പോൾ ഈ ഒരുങ്ങാൻ പറ്റാതെ നല്ല രീതിയിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർ ഒരുങ്ങാൻ പറ്റാതെ പെട്ടെന്നങ്ങ് മരിച്ചു പോകാറുണ്ട്. ചിലപ്പോൾ ചിലർ അതിന് പെടുമരണം, ദുർമരണം എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയുള്ള മരണങ്ങളെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈശോ നമ്മളോട് പറയുന്നത് മരണത്തെ ഒരുങ്ങാന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അവസാന സമയത്ത് ഒരുങ്ങാൻ എന്നുള്ളതല്ല, മരിക്കുന്നതിന് തൊട്ടുമുള്ള ഒരുക്കത്തെക്കുറിച്ചല്ല പറയുന്നത്. സദാ ജാഗരൂകരായിരിക്കും എന്നാണ് പറയുന്നത്. ജീവിതത്തിൽ മുഴുവൻ ഉണ്ടാകേണ്ടതാണ്. ജീവിതത്തിൽ മുഴുവൻ ഉണ്ടാവേണ്ട ഒരു ഒരുക്കമാണ്. അപ്പോൾ നമ്മളൊരു യാത്രയ്ക്ക് പോകാനായിട്ട് പിന്നെ കുളിച്ച് ഡ്രസ്സ് മാറി നല്ല ഡ്രസ്സ് ഇടുന്ന പോലെയുള്ള ഒരുക്കമല്ല അത്. അല്ലെങ്കിൽ നമ്മളൊരു പ്രത്യേക ഒരു പരിപാടിക്ക് വേണ്ടി ആ പരിപാടിയുടെ ഞാനിപ്പോൾ കോടതിയിലേക്കുള്ള വസ്ത്രം ഒരുങ്ങിയിടുന്ന പോലെ അല്ല അത്. ഇത് സദാസമയവും, കാരണം ഇത് സുനിശ്ചിതമായിട്ടൊരു യാഥാർത്ഥ്യമാണ് മരണം. ഞാൻ മരിക്കും. ഞാൻ എപ്പോൾ മരിക്കുമെന്നുള്ള എൻ്റെ കയ്യിലല്ല, അതെൻ്റെ ദൈവത്തിൻ്റെ കയ്യിലാണ്. അപ്പോൾ ദൈവത്തിന് എപ്പോൾ വേണമെങ്കിലും എൻ്റെ ആത്മാവിനെ തിരിച്ചു വിളിക്കാം. അപ്പോൾ ദൈവം എൻ്റെ ആത്മാവിനെ എപ്പോൾ തിരിച്ചു വിളിച്ചാലും ആ സമയത്ത് ഞാൻ എൻ്റെ ആത്മാവ് ദൈവസന്നിധിയിൽ സ്വീകാര്യമാകും വിധത്തിന് എൻ്റെ ജീവിതത്തെ ഞാൻ കൊണ്ടു നടന്നിട്ടുണ്ടോ ഇല്ലെന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ജീവിതത്തെ അപ്രകാരം യഥാസമയം എല്ലാ സമയവും കൊണ്ടു നടക്കുന്നതിനാണ് നല്ല മരണം എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ആളുകൾ പൊതുവെ ഒരു അപകടം ഉണ്ടായി മരിക്കണം, അല്ലെങ്കിൽ ചെറുപ്പത്തിലെ ഒരു അസുഖം ഉണ്ടായി മരിക്കണം, വേണ്ട പാമ്പ് കടിയേറ്റ് മരിക്കണം, ഒന്നുമില്ലായിരുന്നു സാധാരണ മനുഷ്യൻ. ഇപ്പോൾ എവിടെ ഒരുങ്ങാൻ സമയം കിട്ടി? ഒരുക്കം എന്ന് ഈശോ സൂചിപ്പിക്കുന്നത് മരിക്കുന്ന സമയത്ത് ആത്മാവ് പ്രസാദപരത്തിലായിരുന്നോ ഇല്ല എന്നുള്ളതാണ്. ആ ആത്മാവ് പ്രസാദപരത്തിലായിരിക്കാൻ തക്കവണ്ണം എല്ലാ സമയവും ഒരുങ്ങിയിരിക്കണമെന്ന് ഈശോ പറഞ്ഞേക്കുന്നത്. അല്ലാതെ ഒരു മാരകമായ അസുഖം ഒന്നും ഇനിയിപ്പോൾ എന്തായാലും ചാനലൊക്കെ മാറ്റി മരണത്തിന് ഒരുങ്ങാം, ആ ഒരുക്കമല്ല ഈശോ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ നമ്മൾ ചിന്തിച്ചായിരുന്നു, കള്ളനെ പോലെ വരും എന്ന് പറയുന്നത്. എപ്പോൾ വരും എന്ന് ആർക്കും അറിയില്ല, എപ്പോഴും വരും, അതുറപ്പ്. എപ്പോൾ വരും എന്നറിയില്ലാത്തതുകൊണ്ട് നമ്മൾ അലസരായിരിക്കാതെ എപ്പോൾ വേണമെങ്കിലും വരാവുന്ന ഒരു മരണത്തിന് വേണ്ടിയിട്ട് ഏത് സമയത്ത് വിളിച്ചാലും ആ സമയത്ത് ഈശോയുടെ മുമ്പിൽ എത്താൻ പാകത്തിന് നമ്മുടെ ജീവിതത്തെ നമ്മൾ കൊണ്ടു നടക്കണം. കാരണം ഈ ജീവിതത്തിൽ നമ്മൾ നേടേണ്ടതാണ് ആ സ്വർഗസമ്മാനം. ആ സ്വർഗസമ്മാനം നേടാൻ പാകത്തിന് എൻ്റെ ജീവിതത്തിൽ മരിക്കുന്ന സമയത്ത് ആത്മാവിന് അവസ്ഥയുണ്ട്, ജീവിതത്തിന് അവസ്ഥയുണ്ട് എന്നുള്ളതാണ് ആ ഒരുക്കം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്രകാരം പിന്നെ മാരകമായ പാപങ്ങളുടെ പശ്ചാത്തലം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കാലികമായിട്ടുള്ള ലഘുപാവങ്ങൾ ഉള്ളൂന്നുണ്ടെങ്കിൽ കാലികമായിട്ടുള്ള ശിക്ഷ, അതാണ് ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത്, നമ്മെ ശുദ്ധീകരിച്ചെടുക്കുന്നത്. അപ്പോൾ ആ ശുദ്ധീകരിച്ചെടുക്കുന്ന പ്രക്രിയ, അത് ആ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യാശയുണ്ട്. നരകത്തിൽ പോയ ആത്മാവിന് പ്രത്യാശയില്ല. അപ്പോൾ എന്നെങ്കിലും എനിക്ക് എൻ്റെ ദൈവത്തെ കാണാൻ കഴിയുമെന്നുള്ള പ്രത്യാശയുള്ള ആത്മാവാണ് ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കുന്നത്. പക്ഷേ എവിടെയോ പരിഹാരം തീർന്നിട്ടില്ല, പൂർണ്ണമായിട്ടുള്ള സ്വർഗത്തിൽ എത്താൻ പാകത്തിന് ആ ഒരു ശുദ്ധീകരണം പൂർത്തിയായിട്ടില്ല. അതുകൊണ്ടാണ് ശുദ്ധീകരിക്കുന്ന സ്ഥലമാണ് ശുദ്ധീകരണ സ്ഥലം. അത് വിധിക്ക് മുമ്പുള്ളതാണോ? അത് വിധി കഴിഞ്ഞിട്ടുള്ളതാണ്. വിധി കഴിഞ്ഞിട്ടുള്ള തനത് വിധി കഴിഞ്ഞിട്ടുള്ളതാണ്. ഈ തനത് വിധി കഴിഞ്ഞിട്ട് ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം, അല്ല ഇതിനകത്ത് ദൈവത്തെ പൂർണ്ണമായിട്ടും അകറ്റിയിട്ടില്ലാത്ത, എന്നാൽ ദൈവത്തിന് പിന്നെ അല്പമായ വേദന ഉണ്ടാക്കിയിട്ടുള്ള ലഘുപാപങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ശുദ്ധീകരിച്ചെടുത്ത് നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുമെന്ന് സഭയും പാരമ്പര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. ബൈബിളിൽ കാര്യമായ സൂചനകളൊന്നും ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചില്ല. പക്ഷെ സഭയുടെ പല പഠനങ്ങളും, പല സഭയിൽ നടന്നിട്ടുള്ള പല അത്ഭുതങ്ങളും
ശുദ്ധരാത്മാക്കൾക്ക് വേണ്ടിയിട്ടുള്ള സഭയുടെ പാരമ്പര്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. മരിച്ചവർക്ക് വേണ്ടി ഉള്ള പ്രാർത്ഥന, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് സ്വർഗത്തിൽ പോകാനും പ്രാർത്ഥനയുടെ ആവശ്യമില്ല, നരകത്തിൽ പോകാനും പ്രാർത്ഥനയുടെ ആവശ്യമില്ല. അപ്പം പ്രാർത്ഥന ആവശ്യമുള്ളവരാരാ? സ്വർഗത്തിലെത്താതെയോ നരകത്തിൽ വീഴാതെയോ ഇവിടെ സ്വർഗത്തിലെത്താൻ വേണ്ടി കുറച്ചു കാലം ഒരു സഹിച്ച് ശുദ്ധീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം. അതാണ് പർഗറ്ററി അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലം. അവിടെ വെച്ച് നമ്മൾ പർജ് ചെയ്യുന്നു. പർജ് എന്ന് വെച്ചാൽ ശുദ്ധീകരിക്കുക ചെയ്യുന്നത്. മാലിന്യങ്ങൾ, ലഘുവായ മാലിന്യങ്ങളെല്ലാം നീക്കി ശുദ്ധീകരിക്കാനായിട്ട്. അതേസമയം നരകവിധിക്ക് അർഹനായ, അതാണ് മാരകമായ, മരണാർഹമായ പാപമുണ്ട്, അല്ലാത്തതുമുണ്ട് എന്ന് പൗലോസ്ലീഹ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. മരണാർഹമായ പാപം, ആ മരണം എന്താ ഉദ്ദേശിക്കുന്നത്? ശാരീരിക മരണമല്ല, ആത്മീയ മരണം. ആത്മാവ് നഷ്ടപ്പെടാൻ തക്കവണ്ണം ഉള്ള വലിയ മാരകമായ ഗൗരവമായ പാപം ചെയ്ത ഒരാളെ സംബന്ധിച്ചാണ് മരണകാരണമായ പാപം എന്ന് പറയുന്നത് പൗലോസ്ലീഹ സൂചിപ്പിക്കുന്നത്. മരണാർഹമല്ലാത്ത പാപം എന്ന് പറയുന്നത് ആത്മാവ് എന്നേക്കുമായി നഷ്ടപ്പെടില്ല, പക്ഷേ ആത്മാവ് കുറച്ച് നാൾ ആ ചെയ്തു പോയ തെറ്റുകളുടെ അല്ലെങ്കിൽ ചെയ്യാതെ പോയ നന്മകളുടെയോ വീഴ്ചകളുടെയോ കുറവുകളുടെയൊക്കെ പരിഹാരം ചെയ്ത് ശുദ്ധീകരിക്കണം. അവർക്ക് വേണ്ടിയിട്ട്, അവർക്ക് അവിടെ കിടന്നുകൊണ്ട് പരിഹാരം എന്നുള്ള സഹനം മാത്രമേ ഉള്ളൂ. പക്ഷേ അവരുടെ സഹനങ്ങൾ കുറയ്ക്കാനായിട്ട്, അവരുടെ ശുദ്ധീകരണം വേഗത്തിലാക്കാനായിട്ട് ജീവിച്ചിരിക്കുന്നത് നമുക്ക് സാധിക്കും. അതാണ് സഭയുടെ പഠനം. ആ ജീവിച്ചിരിക്കുന്നവരായ നമ്മൾ ചെയ്യലാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ, അവർക്ക് വേണ്ടിയിട്ടുള്ള പരിഹാര പ്രവൃത്തികൾ, അവർക്ക് വേണ്ടി നാം അർപ്പിക്കുന്ന ദിവ്യബലികൾ. ആ ദിവ്യബലിക്ക് വലിയ ശക്തിയുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം. അവരുടെ ശുദ്ധീകരണം വേഗത്തിലാക്കാനും അവരുടെ ശുദ്ധീകരണം ലഘൂകരിക്കപ്പെടാനും വേണ്ടിയിട്ട്. ആ രണ്ടിനും നമ്മൾ അർപ്പിക്കുന്ന ദിവ്യബലിക്ക് വളരെയേറെ ഒരു ഫലമുണ്ട് ആ കാര്യത്തിൽ. ഒട്ടേറെ സഭാ പഠനങ്ങളിൽ വെളിപ്പെടുത്തി കിട്ടിയിട്ടുള്ള ചില പഠനങ്ങളാണത്. അപ്പം ഈ മരിക്കുന്നത് എങ്ങനെ മരിക്കുന്നു എന്നുള്ളതല്ല, ഏത് അവസ്ഥയിൽ മരിക്കുന്നു എന്നതാണ് പ്രശ്നം. വണ്ടി ഇടിച്ച് മരിച്ചാലും, പാമ്പ് കടിച്ചിട്ട് മരിച്ചാലും, ആരുടെയെങ്കിലും അബദ്ധത്തിൽ വെടിയേറ്റ് മരിച്ചാലും, ആരെങ്കിലും നശിപ്പിച്ച് മരിച്ചാലും, വെട്ടിക്കൊന്ന് മരിച്ചാലും ഒക്കെ ആ എപ്രകാരം ഒരു വ്യക്തിയുടെ ജീവൻ നഷ്ടപ്പെട്ട് ആത്മാവ് വേർപെട്ട് പോയി എന്നുള്ളത് അപ്രസക്തവും ആത്മീയമായിട്ട്. പ്രസക്തമായിട്ടുള്ളത് ആ അവസ്ഥയിൽ ആ വ്യക്തിയുടെ ആത്മാവ് എപ്രകാരമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്. എങ്ങനെ മരിക്കുന്നു എന്നുള്ളതല്ല, ഏത് അവസ്ഥയിൽ മരിക്കുന്നു എങ്ങനെ ആത്മാവിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുങ്ങിയിരുന്ന വ്യക്തി ആയിരുന്നില്ലയോ അല്ലയോ എന്നുള്ളതാണ്. കാരണം ഒരുക്കം എന്നുള്ളത് അവസാന നിമിഷത്തിൽ സംഭവിക്കുന്നതോ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി യാത്രയ്ക്കായിട്ട് ഒരുങ്ങുന്ന പോലെ കുളിച്ചൊരുങ്ങുന്നതല്ല. മരണം എന്നുള്ളത് സുനിശ്ചിതമായ യാഥാർത്ഥ്യമാണെന്നുണ്ടെങ്കിൽ ഏത് നിമിഷവും ദൈവത്തിൻ്റെ അടുക്കളയ്ക്ക് ചെല്ലാൻ പാകത്തിന് എപ്പോഴും ഇരിക്കേണ്ട ഒരു ഒരുക്കമാണത്. പിന്നെ എന്തുകൊണ്ടാണ് ഈ ദുർമരണങ്ങൾ, പെടുമരണം അങ്ങനെ ഒരു വാക്ക് ഉണ്ടായത്? അത് മനുഷ്യൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. മനുഷ്യൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് പണ്ട് നമ്മൾ പറയാമായിരുന്നു, നമ്മുടെ ചർമ്മം അറിയിക്കുന്ന സമയത്ത് അന്ത്യദാസികളെല്ലാം സുബോധത്തോടെ സ്വീകരിച്ച് കർത്താവിൽ നിദ്ര പ്രാപിച്ചു. ഒരു ചർമാരിപ്പം അങ്ങനെയായിരുന്നു. വേണ്ടുന്ന ഉദാശ വേണ്ടുന്നതെല്ലാം പഴയ കാലത്ത് വേണ്ടുന്നതെല്ലാം സുബോധത്തോടെ സ്വീകരിച്ച് കർത്താവിൽ നിദ്ര പ്രാപിച്ചു. വേണ്ടുന്നതെല്ലാം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ നമ്മുടെ അന്ത്യദാശ, അതുപോലെ ഒരു വർഷ കുർബാന സ്വീകരിച്ചതാവാം. അതെല്ലാം സുബോധത്തോടെ. ഈ സുബോധത്തോടെ സ്വീകരിക്കാൻ കഴിയുന്ന വ്യക്തി ആരാ? സുബോധത്തോടെ സ്വീകരിക്കാൻ കഴിയുന്ന വ്യക്തി പാപബോധവും പശ്ചാത്താപവും പരിഹാരവും ചെയ്യാൻ കഴിയുന്നവനാണ്. പാപബോധം ഉണ്ടാവണം, പശ്ചാത്താപം ഉണ്ടാവണം, പരിഹാരം ചെയ്യണം. ആ പരിഹാരം അവനവന് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ആ പരിഹാരം ചെയ്യാനായിട്ട് ഏൽപ്പിക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ടായിരുന്നവരായിരിക്കും. മക്കളെ ഏൽപ്പിക്കാം, ജീവിത പങ്കാളിയെ ഏൽപ്പിക്കാം, സഹോദരങ്ങളെ ഏൽപ്പിക്കാം, വൈദികനോട് പറയാം. ആരോടും പറയാൻ സാധിച്ചില്ല എന്ന് വൈദികനെ ചുമതലപ്പെടുത്താം, സംസാരിക്കുന്ന വൈദ്യനുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഇതിനാണ് അന്ന് ആൾ സൂചിപ്പിച്ചത്. അങ്ങനെ അല്ലാതെ മരിക്കുന്നവരെല്ലാം പിടിമരണം, ദുർമരണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചില വീടുകളിലൊക്കെ ദുർമരണം നടന്നിട്ടുള്ള വീടാണ്. അപ്പോൾ അവരുടെയൊക്കെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് അങ്ങനെ ഒരു മരണം നടത്തുന്ന വീട്ടിൽ നിന്നും ആത്മാവ് അവിടെ ചുറ്റിപ്പറ്റി നിൽപ്പുണ്ടാകും, പിന്നെ അവിടെ സ്വസ്ഥമായിട്ട് വസിക്കാൻ കഴിയില്ല എന്നാണ്. ആത്മാവിന് ഒരിക്കലും ദേഹത്തിൽ നിന്നും വേർപെട്ട ഒരു ആത്മാവിന് അവിടെ ചുറ്റിപ്പറ്റി നിൽക്കാൻ കഴിയില്ല. കാരണം അവിടെ ആത്മാവ് വസിക്കാൻ സാധിക്കില്ല. അവിടെ വസിക്കുന്ന ആത്മാവ് ദുരാത്മാക്കളുടെ സ്വാധീനം ഉണ്ടാകും. പക്ഷേ ജീവൻ വേർപെട്ട ഈ ആത്മാവ് എന്ന് പറയുന്നത് ഒന്നുകിൽ സ്വർഗം, അല്ലെങ്കിൽ നരകം, അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലം. ഈ 3 സ്ഥലത്ത് ഏതെങ്കിലും സ്ഥലത്തേ ഉള്ളൂ. അത് ആ ജീവൻ വേർപെടുന്ന സമയത്ത് തന്നെ തീരുമാനിക്കപ്പെടുന്നതാണ്. അല്ലാതെ ഒരു മരിച്ച വ്യക്തിയുടെ ആത്മാവും ഭൂമിയിൽ ചുറ്റിക്കറങ്ങില്ല. ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ.
അപ്പം അതിൻ്റെ മാനദണ്ഡം ദൈവത്തിലുള്ള വിശ്വാസം ഉണ്ടായിരിക്കുന്നതും എന്നാൽ പൂർണ്ണമായും യോഗ്യതയില്ലാതെ മരിക്കുന്നു, അങ്ങനെയുള്ള ആൾക്കാരെയാണോ? ദൈവത്തിലുള്ള വിശ്വാസം എല്ലാവർക്കും വേണം. വിശ്വാസം മാത്രമല്ല, വിശ്വാസം, ദൈവത്തിലുള്ള ശരണം, ദൈവത്തിലുള്ള ആശ്രയം, ദൈവത്തിൻ്റെ പ്രീതിക്ക് പ്രാപ്തമായ രീതിയിലുള്ള ജീവിതം, ദൈവസ്നേഹം കൊണ്ടുള്ള നിറവ്, ആ സ്നേഹം പങ്കുവയ്ക്കുന്ന തരത്തിലുള്ള ജീവിത ശൈലി, ഇതെല്ലാം ആവശ്യമാണ്. പക്ഷെ അപ്രകാരമുള്ള ജീവിതത്തിൽ വന്നുപോയ ചെറു വീഴ്ചകൾ, ഗുരുതര വീഴ്ചകളല്ല, ഞാൻ പറഞ്ഞല്ലോ ചാവദോഷത്തിൻ്റെ അടയാളങ്ങൾ, അത് പൂർണ്ണമായ സമ്മതം, ഗൗരവമായ പ്രവൃത്തി, പിന്നെ അതിൻ്റെ ആഘാതം, 4 ലക്ഷങ്ങളിൽ നമ്മൾ പറഞ്ഞു, അന്ന് സൂചിപ്പിച്ചായിരുന്നു അതിനെക്കുറിച്ച്. ഒരു പ്രവൃത്തി ചാവദോഷമാവുന്നത്, അതിൻ്റെ ആ തരത്തിലുള്ളൊരു ചാവദോഷത്തെയാണ് പിന്നെ നമുക്ക് ഒരു വൈദികന് മാത്രമേ പാപം പൊറുതിയും കടങ്ങളുടെ മോചനം കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പാപങ്ങളുടെ പൊറുതി വൈദികൻ കൊടുത്താലും കടങ്ങളുടെ മോചനം ഈ വ്യക്തി പരിഹാരമായിട്ട് ചെയ്തു തീർക്കണം. അത് ഒരു പ്രായശ്ചിത്ത പ്രവൃത്തിയായിട്ട് നമ്മൾ തെളിയുന്ന ചെറിയ പ്രാർത്ഥനകളല്ല പ്രായശ്ചിത്ത പ്രവൃത്തി. ആ പ്രായശ്ചിത്ത പ്രവൃത്തിയിൽ ഒരു റെസ്റ്റിറ്റ്യൂഷനുണ്ട്. റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത് ഞാൻ മുഖാന്തരം വേദനിപ്പിക്കപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ വേദനയേറ്റ വ്യക്തി, ആ വ്യക്തിയുടെ വേദന ഞാൻ തന്നെ എടുത്തു മാറ്റുന്നത് ആ വ്യക്തിയെ പൂർണ്ണാവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടിരുന്നതാണ് റെസ്റ്റിറ്റ്യൂഷൻ. അതാണ് കടങ്ങളുടെ പൊറുതി എന്ന് പറയുന്നത്. അത് വൈദികം തരുന്ന പാപമോചനത്തിലൂടെ കടങ്ങളുടെ പൊറുതി പൂർത്തിയാവില്ല. അതുകൊണ്ട് നമ്മൾ എടുത്തു പറയുന്നുണ്ട് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാട്ടെന്ന്. പാപങ്ങളുടെ മോചനം വൈദികന് ദൈവം കൊടുത്ത അഭിഷിക്തൻ്റെ അധികാരം ഉപയോഗിച്ച് പാപങ്ങൾ മോചിക്കാൻ പറ്റും. പക്ഷെ കടങ്ങളുടെ പൊറുതി ബാക്കി കിടക്കുന്നു. ആ കടങ്ങളുടെ പൊറുതിക്കാണ് വൈദികം കൽപ്പിക്കുന്ന പ്രായശ്ചിത്തം എന്ന് പറയുന്നത്. പക്ഷേ ആ പ്രായശ്ചിത്തം അതിൽ തന്നെ പൂർണ്ണമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചൊല്ലിത്തീർക്കുന്ന പ്രാർത്ഥനകളല്ല, പ്രായശ്ചിത്ത പ്രവർത്തികളുടെ കൂടിയാണ്. ആ പ്രായശ്ചിത്ത പ്രവർത്തികൾക്ക് സാധ്യതയില്ല എന്നുണ്ടെങ്കിൽ പരിഹാര പ്രവർത്തികളിലേക്ക് മാറണം. അത് പിന്നെ എനിക്ക് റെസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് ആൾ ജീവിച്ചിരിപ്പില്ല, അതിനുള്ള ഒരു സാധ്യത ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ജീവിച്ചിരിക്കുന്ന മറ്റ് സമാന വ്യക്തികൾക്കെങ്കിലും അപ്രകാരമുള്ള പരിഹാരങ്ങൾ ചെയ്തുകൊണ്ട് എനിക്ക് ഒരു കടങ്ങളുടെ പുറത്ത് നേടാൻ സാധിക്കും. ഈ ശുദ്ധീകരണ സ്ഥലത്തിലെ കാലയളവ് എങ്ങനെയാണ് നിശ്ചയിക്കപ്പെടുന്നത്? ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ കാലയളവ് ശുദ്ധീകരിക്കുന്നവൻ്റെ കയ്യിൽ മാത്രം, നമുക്ക് ആർക്കും വിധിക്കാൻ കഴിയില്ല. അത് ഏത് തരത്തിലുള്ള ലഘുപാപമാണെന്നും ആ ശുദ്ധീകരണത്തിൻ്റെ എത്ര വേഗത്തിൽ പൂർത്തിയായെന്നുള്ളതും എപ്പോഴാണെന്നുള്ളതും ആർക്കും തീരുമാനിക്കാൻ കഴിയില്ല. ഇതിനോട് ബന്ധപ്പെടുത്തിയൊരു കാര്യം കൊണ്ട് പറയാം. കർത്താവ് 2ാം വരവ് വരുമല്ലോ. കർത്താവ് വരുന്ന 2ാം വരവിൻ്റെ സമയത്ത് ആ സമയത്ത് പിന്നെ ഒരു പൊതുവിധിയാണ് നടക്കാൻ പോകുന്നത്. പിന്നെ അവിടെ ശുദ്ധീകരണത്തിൻ്റെ പ്രസക്തിയില്ല. ഈ ശുദ്ധീകരണത്തിൻ്റെ പ്രസക്തി വരുന്ന പൊതുവിധി വരെ മാത്രമേ ഉള്ളൂ. നമ്മൾ വിധിയുടെ സബ്ജക്റ്റിലേക്ക് കിടക്കുമ്പോൾ കൂടുതലൊന്നും കൊണ്ട് വിശദീകരിക്കാം. അപ്പം ഈ ശുദ്ധീകരണ സ്ഥലത്തിലെ കാലാവധി എന്ന് പറയുന്നത് അവിടെ ആത്മാവ് സ്വന്തം ഇച്ഛാശക്തിയാൽ പ്രാപിക്കുന്ന ശുദ്ധീകരണവും ആ ആത്മാവിന് വേണ്ടി ജീവിച്ചിരിക്കുന്നവരായ നാം അവർക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനകളും കാഴ്ചവെക്കുന്ന പരിഹാര പ്രക്രിയകളും നമ്മൾ നടത്തുന്ന പരിഹാര വിശുദ്ധ കുർബാനയും എല്ലാം അതിന് നാട്ട് ഉപകരിക്കും. അതുകൊണ്ടാണ് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മൾ ചെല്ലുന്നത്. ഈ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ഫലം കിട്ടുന്നത് മുഴുവൻ ശുദ്ധരാത്മാക്കൾക്ക് മാത്രമേ ഉള്ളൂ. നരകാവസ്ഥയിലായിരിക്കുന്ന അല്ലെങ്കിൽ നരകത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്കും നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു ഫലം അനുഭവിക്കാൻ സാധിക്കില്ല. കാരണം അത് നിത്യനരകമാണ്. നിത്യനരകത്തിൽ നിന്നും ഒരു പാപിക്കും മോചനമില്ല. നിത്യസ്വർഗത്തിൽ നിന്ന് ഒരു വ്യക്തിയും പാപത്തിലേക്ക് പോവില്ല എന്ന് പറയുന്ന പോലെ തന്നെ ആവശ്യമില്ല. അപ്പം ഇതിന് ഇടയ്ക്ക് ലഘുവായ പാപങ്ങൾ നിമിത്തം ദൈവത്തിൻ്റെ ആ തിരുമുഖ ദർശനം സാധിക്കുമെന്നുള്ള വാഗ്ദാനമുണ്ടെങ്കിലും അത് ഉടനടി സാധിക്കാൻ പറ്റാത്ത വ്യക്തികൾക്കാണ് ഈ നമ്മുടെ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളുടെ ഫലം കിട്ടുക എന്ന് പറയുന്നത്. സാർ അപ്പോൾ പറഞ്ഞു നരകത്തിലുള്ളവർക്ക് പ്രാർത്ഥനയുടെ ആവശ്യമില്ല, സ്വർഗത്തിലുള്ളവർക്കും പ്രാർത്ഥനയുടെ ആവശ്യമില്ല എന്നല്ല, പ്രാർത്ഥനയുടെ ഫലമില്ല. പ്രാർത്ഥന കൊണ്ട് ഫലമില്ല. കാരണം അത് നിത്യനരകമാണ്. ഒരിക്കൽ അവിടെ പെട്ടുപോയാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല. ഈ ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ ലൈഫ് അത് നടന്നിരിക്കുന്നത് നല്ലതാണ്. ഈ ശുദ്ധീകരണ സ്ഥലം എന്നുള്ളത് കർത്താവിൻ്റെ 2ാമത്തെ വരവ് വരെ മാത്രമേ ഉള്ളൂ. കർത്താവിൻ്റെ 2ാം വരവ് എന്തിനു വേണ്ടിയിട്ടാണ്? കർത്താവ് 2ാമത് വരില്ലേ? വരും. കർത്താവ് 2ാമത് വരുന്നത് എങ്ങനെയാണ്? അതൊന്നും നടത്തിയിരിക്കുന്നതാണ്. കാരണം ധാരാളം അബദ്ധ പഠനങ്ങൾ ഇപ്പോൾ നടപ്പുണ്ട്. കർത്താവ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ അവിടെ ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കേണ്ട ആവശ്യമില്ല. വാനമേഘങ്ങളിൽ കർത്താവ് വരും, ഞാൻ പോയതുപോലെ തിരിച്ചു വരും, മിന്നൽ പിണറിൻ്റെ വേഗത്തിൽ വരും.
പോയതുപോലെ വരുന്നുണ്ട്. വീണ്ടും പോയത് കർത്താവ് കുണ്ണീശോ അല്ല പോയത്, ഗർഭസ്ഥ ശിശു അല്ല പോയത്, പോയത് ഉത്തിതനായ യേശുവാണ് പോയത്. അപ്പം മരണം ഉയർപ്പ് ഉറപ്പാണ്. നമ്മളെല്ലാവരും ഉയർക്കും. ഉയർത്തിട്ട് രക്ഷയിലേക്കോ ശിക്ഷയിലേക്കോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനകത്ത്. അപ്പം അത് ആ രണ്ടാം വരവ് വരുന്നത് യേശു രാജ്യം പിതാവിന് തിരിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കൃത്യമായിട്ട് ബൈബിളിൽ പറയുന്നുണ്ട്. കാരണം അത് യുഗ അന്ത്യമായി, അതിന് ലോക അവസാനമായി. അപ്പം ഈ പുത്രൻ വീണ്ടെടുത്ത ലോകം, പുത്രൻ്റെ മരണം മൂലം വീണ്ടെടുത്ത ലോകം, പുത്രൻ ഞാൻ വീണ്ടും വരുമെന്ന് പറഞ്ഞത് ഈ ലോകത്തെ രാജ്യം തിരിച്ച് പിതാവിനെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആ തിരിച്ച് പിതാവിനെ ഏൽപ്പിക്കുമ്പോഴാണ് എല്ലാം പൂർത്തിയായി. നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ പുണ്യാന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ പോകുന്നത്. എന്താ പുണ്യാന്മാരുടെ ഐക്യം? അവിടെ ഈ യുഗാന്ത്യത്തിൽ എല്ലാവരും ഐക്യപ്പെട്ട് ഒരു വിശുദ്ധ സഭയായിട്ട് സ്വർഗത്തിലുണ്ടാവും, ഐക്യപ്പെട്ടിരിക്കുന്നു. അപ്പം പിന്നീട് ഒരു ശുദ്ധീകരണം ഇല്ല. അപ്പം അതുവരെ മരിച്ച ആത്മാക്കളുടെ ശുദ്ധീകരണം മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. നമ്മളാണ് ഈ ദിവസം, സമയം, കാലം, മാസം, വർഷം എന്നൊക്കെ പറയുന്നത്. അവിടെ ഇതൊന്നുമില്ലല്ലോ. ദൈവശാസ്ത്രപരമായിട്ട് ശുദ്ധീകരണ സ്ഥലം യേശുവിൻ്റെ രണ്ടാം വരവിന് ശേഷമില്ല എന്ന് പറയാൻ കാരണം അന്നൊരു പൊതുവിധിയുണ്ട്. ഇനി നമുക്ക് വിധിയെക്കുറിച്ച് പറയാം. ഞാനും ബോണിയും ഒക്കെ മരിക്കും, ഇല്ലേ? നമ്മൾ ഓരോരുത്തരും മരിക്കും. ഈ മരണം ഒരുപക്ഷെ യേശു ക്രിസ്തു നമ്മൾ രണ്ടാമത് കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്ന ആ വരവിലായിരിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ പൗലോസിലെ തെസ്സലോനിക്കക്കാരുടെ ലേഖനത്തിൽ പറയുന്നുണ്ട്, വരുന്ന സമയത്ത് ജീവിച്ചിരിക്കുന്നവനായ നാം അവനോടുകൂടെ മേഘങ്ങൾ എടുക്കപ്പെടും, നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കും എന്ന് പറയുന്നത്. ആ ജീവിച്ചിരിക്കുന്നവരെന്ന് എന്താ? പ്രസാദത്തിൽ ജീവിച്ചിരിക്കുന്നവരാണ്. ഈ ശാരീരിക ജീവൻ മാത്രമല്ല, ശാരീരിക ജീവിതത്തിൽ മരണത്തിന് വേണ്ടി ഒരുങ്ങി മരിക്കുന്ന സമയത്ത് ജീവൻ വേർപെട്ട ആളുടനെ ദൈവപിതാവിൻ തിരുമുമ്പിൽ നിൽക്കാൻ പാകത്തിന് യോഗ്യത ലഭിച്ച വ്യക്തിയെക്കുറിച്ചാണ് പൗലോസ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് രണ്ടാമത് വരും. ആ രണ്ടാമത് വരുന്ന സമയത്ത് ഒരു പൊതുവിധിയാണ് പിന്നെ ഉള്ളത്. പിന്നെ ആ പൊതുവിധിക്ക് ശേഷം പിന്നെ ഒരു ശുദ്ധീകരണ പ്രക്രിയയില്ല. ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. ആ വ്യക്തിയുടെ ശുദ്ധീകരണ പ്രക്രിയ, അവിടെ ലഘുവായ പാപങ്ങൾ ചെയ്തിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചോളം അത് ആ അവസ്ഥയിൽ തന്നെ അവിടെ കർത്താവ് അവസാനിപ്പിക്കും, അവിടെ തീർക്കും. കാരണം പിന്നെ ശുദ്ധീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം യുഗം അന്ത്യമായി. യുഗത്തിൻ്റെ അന്ത്യം കഴിഞ്ഞാൽ പിന്നെ ഒരു ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ ആവശ്യമില്ല. മരണം കഴിഞ്ഞിട്ട് ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തിയുടെ ആത്മാവ്, ബോധവും ഇച്ഛാശക്തിയുമുള്ള ആത്മാവ്, ഈ ദേഹത്തെ വെടിഞ്ഞ് പോകുന്നതാണുള്ള മരണം നമ്മൾ സൂചിപ്പിച്ചല്ലോ. ആ വ്യക്തിയുടെ ആത്മാവിന് ആ സമയത്ത് തന്നെ താൻ എന്തെല്ലാം അർഹതയോ അനർഹതയോ ഉണ്ടായിരുന്നു എന്ന് വെളിപ്പെടാൻ സാധിക്കും. ആത്മാവിനെ വെളിപ്പെടുത്തി കിട്ടും. അതാണ് സർവജ്ഞാനിയായ ദൈവത്തിൻ്റെ ആ വ്യക്തിയെ സംബന്ധിച്ചുള്ള ആ നിമിഷത്തിലെ വിധി. അത് ഈ വേർപെടുന്ന സമയത്ത് നടക്കുന്ന വിധിയാണ്. അതിന് തനത് വിധി എന്ന് വെച്ചാൽ ഓരോ വ്യക്തിക്കുള്ള വിധിയാണ് ആ വിധി എന്ന് പറയുന്നത്. ആ സമയത്ത് തന്നെ കിട്ടും, ആ സമയത്ത് തന്നെ നടക്കുകയാണ്. ആ സമയത്ത് നടക്കുന്ന സമയത്ത് സ്വർഗത്തിലേക്ക് പോകുന്ന വ്യക്തിക്ക് മാത്രമേ സ്വർഗദർശനം, ദൈവദർശനം കിട്ടുകയുള്ളൂ. നരകത്തിലേക്ക് പോകുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വിധിവാദേ ഉണ്ടാവുള്ളൂ. ദൈവത്തിൻ്റെ ദർശനം ഉണ്ടാകും. കാരണം ദൈവത്തിൻ്റെ ദർശനം എന്ന് പറഞ്ഞാൽ മോക്ഷമാണ്. ദൈവത്തിൻ്റെ ദർശനവും നരകവും ഒരുമിച്ച് പോവില്ല. അപ്പം വിധി തൻ്റെ ആ ആത്മാവിന് വെളിപ്പെടുത്തി കിട്ടുന്ന നരകമെന്നുള്ള വിധി മാത്രമേ ഉള്ളൂ. ആ ആത്മാവിന് ഇപ്പം നമ്മൾ കോടതിയിലൊക്കെ ഇരിക്കുമ്പോൾ ജഡ്ജിയുടെ മുമ്പിൽ ഇരുന്നിട്ടാണല്ലോ ജഡ്ജിയാണല്ലോ കേസ് വിധിക്കുന്നത്. ആ സമയത്ത് വാദിയും പ്രതിയും കുറ്റവാളിയും എല്ലാവരും നിൽപ്പുണ്ട്. അവർക്കൊക്കെ വിധിക്കുന്ന ആളെ കാണാം. പക്ഷേ തനത് വിധിയുടെയോ പൊതുവിധിയുടെയോ സമയത്ത് ഈ ജീവൻ വേർപെടുന്ന ആത്മാവ് പ്രസാദപരസ്ഥ അവസ്ഥയിൽ സ്വർഗത്തിന് അവകാശി അല്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്കോ ആ വ്യക്തികൾക്കോ ഒരിക്കലും തിരുമുഖ ദർശനം, ദൈവദർശനം കിട്ടില്ല. അവർക്ക് ദൈവത്തിൻ്റെ സ്വരവും കേൾക്കാൻ സാധിക്കില്ല. പക്ഷെ അവരുടെ ശിക്ഷ എന്താണെന്ന് അവരുടെ ആത്മാവ് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കും. അതാണ് ആത്മാവിൽ നിറയുന്നൊരു ജ്ഞാനം. ആത്മാവിൻ്റെ ആ സമയത്തുള്ള ബോധവും ഇച്ഛാശക്തിയും അതാണ്. സ്വർഗത്തിന് അവകാശിയായ ആത്മാവിന് ദൈവത്തിൻ്റെ ദർശനവും കിട്ടും, ദൈവത്തിൻ്റെ വിളിയും കേൾക്കാം, ദൈവത്തിൻ്റെ മുഖം കണ്ട് ആനന്ദിക്കാനുള്ള മോക്ഷം ലഭിക്കുകയും ചെയ്യും. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരാത്മാവുണ്ടല്ലോ, ഇത് ശുദ്ധീകരണത്തിൽ മാരകമായ പാപനിമിത്തം നരകത്തിന് പോകേണ്ട ആവശ്യമില്ല. എന്നാൽ
സ്വർഗത്തിൽ പോകത്തക്കവണ്ണം വിശുദ്ധിയുമില്ല. അപ്പോൾ തനത് ഒരു വിധിയുടെ സമയത്ത് തന്നെ ഒരു കാലികമായിട്ടുള്ള ഒരു ശുദ്ധീകരണ പ്രക്രിയ ആ വ്യക്തി അല്ലെങ്കിൽ ആ ആത്മാവ്, വ്യക്തിത്വമുണ്ട് ആത്മാവിന്, ആ വ്യക്തിത്വമുള്ള ആത്മാവ് ഒരു ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ടിരിക്കുന്നത്. ശുദ്ധീകരണ സ്ഥലത്തെ സംബന്ധിച്ച് ധാരാളം വർണ്ണനകൾ നമ്മൾ കേൾക്കാറുണ്ട്. എന്താണെങ്കിൽ പോലും ഒരു കാര്യം മാത്രം വ്യക്തമാണ്, ഭൗതികമായ മേഖലയിൽ നിന്നുള്ള തീയോ ചൂടോ പുകയോ ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് എനിക്ക് ദൈവത്തിൽ ചെല്ലാൻ പറ്റുമായിരുന്നിട്ടും ദൈവത്തെ കാണാൻ പറ്റാത്ത എൻ്റെ ആത്മാവിൻ്റെ വേദനയായിട്ട് ആ സമയത്തെ കാണാം. എനിക്കൊരു പ്രത്യാശയുണ്ട്. നരകത്തിൽ പോയവനും പ്രത്യാശയില്ല, സ്വർഗത്തിൽ പോയവനും പ്രത്യാശയുടെ ആവശ്യമില്ല. അത് പ്രത്യാശ പൂർണ്ണമായി ദൈവത്തിലെത്തി. ഈ ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കുന്ന വ്യക്തിക്ക് ഈ പ്രത്യാശയുണ്ട്, അതേസമയം കാണാനും പറ്റുന്നില്ല. ഇപ്പം നമ്മുടെ ജീവിത പങ്കാളിയെ നമ്മൾ കാണാൻ എത്ര കാലം കഴിഞ്ഞിട്ട് കാണാൻ പറ്റുന്നില്ല, കേൾക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് വല്ലാത്തൊരു ഇതല്ലേ, വല്ലാത്തൊരു വിഷമം ഉണ്ടാവാൻ കാണാൻ പറ്റത്തുള്ളൂ. അതേസമയം കാണാമെന്നുള്ളത് സാധിക്കുകയും ചെയ്യും. പക്ഷെ എന്ന് കാണാമെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആ ഒരു വിഷമം ശുദ്ധീകരണ സ്ഥലത്തിൽ ഏറ്റവും വലിയ വേദനയാണ്. കാരണം അത് സൃഷ്ടാവിനെ കാണാൻ സാധിക്കാത്ത സൃഷ്ടിയുടെ വേദനയാണ്. കാണാൻ സാധിക്കുമായിരുന്നിട്ടും കാണാൻ അർഹതയുണ്ടായതുകൊണ്ട് പിന്നെയും കാത്തിരിക്കേണ്ടി വരുന്നൊരവസ്ഥ. ആ കാത്തിരിക്കേണ്ടി വരുന്ന ആത്മാവിൻ്റെ വേദനയാണ് ആ ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത്. അടുത്തതാണ് പൊതുവിധി എന്ന് പറയുന്നത്. ഈ പൊതുവിധി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി ഈ മനുഷ്യൻ ഒറ്റയ്ക്കല്ല, ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടിയാണ്. ദൈവത്തിൻ്റെ നീതി, ദൈവം എന്നുള്ളത് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടവുമല്ല എല്ലാത്തിൻ്റെയും അധിപനുമാണ്. സൃഷ്ടിക്കപ്പെട്ടതും സൃഷ്ടിക്കുന്നതും എല്ലാത്തിൻ്റെയും അധിപനുമാണ്. അപ്പോൾ ദൈവം സർവാധിപനാണെന്നും ദൈവം എല്ലാത്തിൻ്റെ ഉടമയാണെന്നും ദൈവത്തിൻ്റെ നീതി അന്തിമമായ നീതിയാണെന്നും ദൈവം മനുഷ്യനെ ഏകനായിട്ടല്ല കാണുന്നതെന്നും പ്രപഞ്ചം മുഴുവനുമായിട്ടുള്ളതാണെന്നും ഈ പ്രപഞ്ചത്തിൽ മനുഷ്യൻ ചെയ്ത ഒരു ചെറിയ തെറ്റ് പോലും ഈ പ്രപഞ്ചത്തിൻ്റെ മുമ്പാകെ വെളിപ്പെടണം എന്നുള്ളതാണ് ഈ യുഗത്തിൻ്റെ അന്ത്യത്തിൽ ലോകത്തിൻ്റെ അവസാനം. ആ വിധിയുടെ സമയത്താണ് എല്ലാവരെയും ദൈവം വിധിക്കുന്നത്. ആ വിധിക്കുന്നത് നമുക്കൊരു കോടതിയുടെ ഭാവനയെ കാണാൻ കഴിയില്ല, കാരണം ആത്മാവാണ് അവിടെയുള്ളത്. ശരീരത്തിൻ്റെ ഉയർപ്പെന്ന് പറയുന്നത് ഈ ശരീരത്തിൽ ചെയ്ത പാപങ്ങളുടെ, തെറ്റുകളുടെ, കുറവുകളുടെ, പോരായ്മകളുടെ വ്യക്തിത്വം ഏറ്റുവാങ്ങിയ ആത്മാവിൻ്റെ ജീവനെക്കുറിച്ച് അവിടെ സൂചിപ്പിക്കുന്നത്. ആ ആത്മാവിൻ്റെ വ്യക്തിത്വത്തോടു കൂടി തൻ്റെ മുമ്പിൽ വെളിവാക്കപ്പെടുന്ന സകല തിന്മകളും, അത് നരകത്തിൽ പോയവന് ദൈവത്തിൻ്റെ മുമ്പിൽ ഇരുന്നിട്ടല്ല, അവനൊരിക്കലും സാധിക്കില്ല. പക്ഷെ അവൻ്റെ ആത്മാവ് പൊതുവിധിയുടെ സമയത്ത് എല്ലാവർക്കും വേണ്ടത്, എൻ്റെ തെറ്റുകൾ മുഴുവൻ ബോണിക്കും പിടിക്കുന്ന എല്ലാവർക്കും കാണാൻ പാകത്ത് വെളിപ്പെടുന്നു. കാരണം ഞാനൊരു സമൂഹത്തിൻ്റെ ഒരു അംഗമാണ്. ഈ സമൂഹത്തിലാണ് ഞാൻ തെറ്റ് ചെയ്ത് ജീവിച്ചത്. അപ്പോൾ എൻ്റെ തെറ്റെന്തായിരുന്നു എന്നുള്ളത് സമൂഹത്തിന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നു. അതാണ് അന്ത്യവിധിയുടെ സമയത്ത് നടക്കുന്നത്. അതൊരു പൊതുവിധിയാണ്. ആ പൊതുവിധി എന്നുള്ളത് ഈ ദൈവത്തിൻ്റെ ഇപ്രകാരമുള്ള ഈ ദൈവം സൃഷ്ടിച്ച പ്രപഞ്ചത്തിലെ വ്യക്തികൾക്ക് ദൈവം നടത്തുന്ന അന്തിമമായിട്ടുള്ള വിധിയാണ്. ഓരോ വ്യക്തിയുടെയും ശിക്ഷ എന്താണെന്നും ഓരോ വ്യക്തിയുടെ അർഹത എന്താണെന്നും എന്തുകൊണ്ടാണ് ശിക്ഷയും എന്തുകൊണ്ടാണ് രക്ഷയും എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമാകുന്ന രീതിയിലും, കാരണം ആ സമൂഹത്തെ ഒന്നാകെ ബോധ്യപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിയായിട്ടാണ് പൊതുവിധിയെ കാണുക. അതേസമയം ആ പൊതുവിധി വരെ ഒരാത്മാവും വെയിറ്റ് ചെയ്യുന്നില്ല. ഞാൻ സ്വർഗത്തിലാണോ, ഞാൻ നരകത്തിലാണോ, ശുദ്ധീകരണത്തിലാണോ, എവിടെയാണെന്ന് അങ്ങനെ ആത്മാവ് അലഞ്ഞിരിക്കില്ല. പ്രേതം പോലെ അലഞ്ഞിരിക്കുന്നതല്ല ആത്മാവ്. ആ തനത് വിധി മരിക്കുന്ന നിമിഷം ദേഹം വേർപെടുന്ന ആ സമയത്ത് തന്നെ എൻ്റെ വിധി ദൈവം തീരുമാനിച്ചു കഴിഞ്ഞു. ഒന്നുകിൽ ഞാൻ നരകത്തിലായിരിക്കും, അല്ലെങ്കിൽ ഞാൻ സ്വർഗത്തിലായിരിക്കും, എന്തെങ്കിലും ശുദ്ധീകരണത്തിലായിരിക്കും. അന്ത്യവിധിയുടെ സമയത്ത് ദൈവം കൂട്ടിക്കൊണ്ടുവരുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചോളം ഒന്നുകിൽ നരകം അല്ലെങ്കിൽ സ്വർഗം, രണ്ടിലൊന്നും മാത്രം. പിന്നെ ശുദ്ധീകരണ സ്ഥലമില്ല. കാരണം ആ ശുദ്ധീകരണം ആ സമയത്ത് ഞാൻ അവിടെ പൂർത്തിയാക്കും. ഇതാണ് നമ്മൾ എസ്കറ്റോളജിക്കൽ എന്നൊക്കെ പറയുന്ന ഡയമെൻഷൻ. ഒരു വലിയൊരു ചിന്തയിലും ബുദ്ധിയിലും ഭാവനയിലൊക്കെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഇത്രയുമുള്ള ഒരു പരമയാഥാർത്ഥ്യങ്ങളുടെ മുമ്പിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് മറക്കരുത്. ഇതെല്ലാം പഠനങ്ങൾ ചിന്തയിലും ബുദ്ധിയിലും കയറിയില്ല എന്നുണ്ടെങ്കിലും ഒരു കാര്യം മാത്രം നമ്മൾ എല്ലാവരും ഓർക്കണം: ഞാൻ മരിക്കുമ്പോൾ ഞാൻ സ്വർഗത്തിൽ പോകണോ നരകത്തിൽ പോകണോ എന്നുള്ളത് എൻ്റെ കയ്യിലിരിപ്പിൻ്റെയും മനസ്സിലിരിപ്പിൻ്റെയും എൻ്റെ ഈ ലോകത്തിലായിരുന്നപ്പോൾ എൻ്റെ ജീവിത ചെയ്തികളുടെയും അടിസ്ഥാനത്തിൽ മാത്രമാണ്. ആ ജീവിത ചെയ്തികളുടെ അടിസ്ഥാനത്തിൽ എൻ്റെ തന്നതിവിധി നടക്കും. പിന്നീട് ഓരോരുത്തരുടെ ഞാൻ മരിക്കുന്ന സമയത്ത് അത് നടക്കും, സമയത്ത് തന്നെ നടക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു മരിച്ചവരുടെ പുനരുത്ഥാനത്തിൻ്റെ അന്ത്യവിധി സമയത്ത് എല്ലാവരും ഉയർപ്പിച്ചിട്ട് എല്ലാവരുടെയും പാവങ്ങൾ എല്ലാവർക്കും ദൃശ്യമാകുന്ന, രഹസ്യപാവങ്ങൾ പോലും ദൃശ്യമാകുന്ന ഒരു പൊതുവിധി ഉണ്ടാവും.
അതാണ് മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ നല്ലവരൊത്ത് വലം അപ്പം മഹിമയോടുകൂടി കർത്താവ് വരും, അല്ലാതെ ശിശുവായിട്ട് ജനിക്കലല്ല, ഒരിക്കലുമല്ല. മഹിമയോടുകൂടി കർത്താവ് എന്ന രണ്ടാം വരവാണ്. അതുപോലെ നരകത്തിൽ പോയ വ്യക്തിക്ക് ഒരിക്കലും പിന്നീട് വരാനും സാധിക്കില്ല. സാർ അത് പറഞ്ഞപ്പോഴാണ് ചില സെറ്റുകളാണെന്ന് തോന്നുന്നു ഈ നരകത്തിലുള്ളവരെ പ്രാർത്ഥിച്ച് തിരിച്ച് എടുക്കാമെന്ന് പഠിപ്പിക്കുന്നത് കേട്ടു. അത് ദൈവത്തിൻ്റെ വിധിയിലുള്ള ഇടപെടലാണ്. ദൈവം ആ വ്യക്തിയെ വിധിച്ച് കഴിഞ്ഞു. ആ വ്യക്തിയുടെ വിധി മറ്റുള്ളവർക്കും കൂടെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന പൊതുവിധിയാണ് യുഗാന്ത്യത്തിലെ വിധി എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നരകത്തിലേക്ക് പോയ വ്യക്തിയാണെന്ന് ഞാൻ ജീവനം വേർപെട്ട സമയത്ത് എൻ്റെ മാരകഭാവങ്ങൾ നിമിത്തം ഞാൻ നരകത്തിലായി കഴിഞ്ഞു. ആ നരകത്തിൽ നിന്നും പിന്നെ എനിക്ക് ഒരു മോചനം വരെയില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഞാൻ നരകത്തിലായത് എന്ന് പൊതുവിധിയുടെ സമയത്ത് എനിക്കും എന്നെപ്പോലുള്ള എൻ്റെ കുടുംബത്തിലുള്ളവർക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കും ലോകത്തിന് മുഴുവൻ വെളിവാക്കി കിട്ടുന്നതാണ് ആ പൊതുവിധിയുടെ പൊതുവിചാരണ എന്ന് പറയുന്നത്. നമ്മളൊക്കെ ധരിക്കുന്നത് എന്തോരം സമയം എടുക്കുന്നതാണ്. പക്ഷെ ദൈവം സർവജ്ഞനായ ഒരു വ്യക്തിയല്ല, സർവജ്ഞനും സർവശക്തനുമായ ദൈവത്തിനുണ്ട്. ഇതെല്ലാം ആത്മാവിൻ്റെ നിമിഷങ്ങൾക്കുള്ളിൽ നടക്കുന്നതാണ് സംഭവങ്ങളെല്ലാം. സാറേ, വളരെ ഒരു നല്ല രീതിയിലായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് പോയത്. ശുദ്ധീകരണ ആത്മാക്കൾ, ശുദ്ധീകരണ സ്ഥലം, പിന്നെ തനത് വിധി, അന്ത്യവിധി എല്ലാം വളരെ സിമ്പിളായിട്ടും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. എപ്പോഴും ഒരുങ്ങിയിരിക്കണം. അതെ. കാരണം എൻ്റെ വിധി ഞാൻ നേടിയെടുക്കുന്നതാണ്. കാരണം വിധിക്കുള്ള അവകാശം എനിക്ക് ഈശോ തന്നു, എന്നെ നേടിയെടുത്തു ഈശോ പരിത്രാണ കർമ്മം വഴിയായിട്ട്. ഇനി അതിന് അർഹത നേടേണ്ടത് എൻ്റെ ജീവിതം വഴിയാണ്. ആ ജീവിതം എന്നുള്ളത് ഞാൻ ഇനി ഒരുങ്ങാൻ എനിക്ക് സമയമുണ്ടെന്ന് തന്നെ കാത്തിരിക്കാതെ ഏത് നിമിഷം മരിച്ചാലും ഈശോയുടെ അടുത്ത് എത്താൻ പാകത്തിന് ഒരുങ്ങിയിരിക്കുക. ശിശുവാണേലും കുട്ടിയാണേലും ബാലനാണേലും യുവാവാണേലും വൃദ്ധനാണേലും ആരാണേലും. സാർ ഇപ്പോൾ പറഞ്ഞതുപോലെ എപ്പോഴും നമുക്ക് ഒരുങ്ങിയിരിക്കാം. ഹൃദയം നിറയെ നന്ദി.